ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചലനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്താണ് ചലനം എന്ന് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ ചലനത്തിലെ രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങി ചലന സമവാക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. സോ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചലന സമവാക്യം പഠിക്കുന്നത്. ദൂരവും സ്ഥാനാന്തരവും പഠിക്കുന്നു, വേഗതയും പ്രവേഗവും പഠിക്കുന്നു, ത്വരണം, അല്ലെ? ഇത്രയും കാര്യങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ ആക്കി സെറ്റാക്കി. ഇനി നമുക്ക് ചലന സമവാക്യം കണക്കിലോട്ട് കടക്കാം, അല്ലെ? ഒരു 3 ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് ചലന സമവാക്യം. സോ അപ്പോൾ കണക്കിലോട്ട് കടക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ആക്കിയതാണ്. സോ ഞാൻ നിങ്ങളെ ഒരു 2 കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രവേഗമാറ്റം ബൈ സമയം, അല്ലെ? പ്രവേഗമാറ്റം ബൈ സമയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും. പ്രവേഗമാറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞു, ഫിസിക്സിൽ ഒരു മാറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ അവസാനത്തതിൽ നിന്ന് ആദ്യത്തത് കുറച്ചാൽ മതി. ഫിസിക്സിൽ ഒരു മാറ്റം കണ്ടുപിടിക്കാൻ അവസാനത്തതിൽ നിന്ന് ആദ്യത്തത് കുറച്ചാൽ മതി. പ്രവേഗമാറ്റം കണ്ടുപിടിക്കാൻ അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ചാൽ മതി. അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലാസ് കറക്റ്റാ ഫോളോ ചെയ്യുന്ന കുട്ടികളെ സാർ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, എങ്കിലേ കണക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാരണം നമ്മൾ ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ ഒറ്റ ക്ലാസ്സിലായിരിക്കും പോവുക. ഇത് പാർട്ട് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ പിന്നെ ആയിരിക്കും കാണുക. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവേഗമാറ്റം ബൈ സമയം. അവസാനത്തെ പ്രവേഗം v ആണ്, ആദ്യത്തെ പ്രവേഗം u ആണ്. വിയിൽ നിന്ന് u കുറയ്ക്കുക, അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ത്വരണം കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ത്വരണം നെഗറ്റീവ് ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മന്ദീകരണം. ത്വരണം നെഗറ്റീവ് ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മന്ദീകരണം, അല്ലേ? ത്വരണം 5 എന്ന് പറഞ്ഞാൽ, ത്വരണം 5 എന്ന് പറഞ്ഞാൽ a = 5 m/s² എന്ന് എഴുതണം. മന്ദീകരണം 5 എന്ന് പറഞ്ഞാൽ a = -5 m/s² എന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ, അല്ലേ? ത്വരണം നെഗറ്റീവ് ആണ്. മന്ദീകരണം എന്ന് പറഞ്ഞാലും എയിൽ തന്നെ കൊടുക്കണം, പക്ഷെ അതെന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? a = മൈനസ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ ത്വരണം 5, a = 5. മന്ദീകരണം 5, a = -5. ക്ലിയർ? ഇത്രയും കാര്യം പക്കാ സെറ്റാണേ നിങ്ങൾക്ക്. ഇനി നമ്മൾ മറ്റ് 3-4 കാര്യം പഠിച്ചില്ലേ? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ആദ്യ പ്രവേഗം 0. ചലനാവസ്ഥയിൽ നിന്ന് നിശ്ചലാവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അന്ത്യപ്രവേഗം 0. മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലോട്ട് പോകണമെങ്കിൽ അന്ത്യപ്രവേഗം 0. താഴോട്ട് വരികയാണെങ്കിൽ ആദ്യപ്രവേഗം 0. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് സെറ്റാക്കി വെച്ചാണ്. സോ നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിശ്ചലാവസ്ഥ, ആദ്യം നിശ്ചലാവസ്ഥയാണെങ്കിൽ ആദ്യപ്രവേഗം 0, അവസാനമാണ് നിശ്ചലാവസ്ഥയെങ്കിൽ അന്ത്യപ്രവേഗം 0. നിർത്തിയിട്ടിരിക്കുന്ന കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തിയിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആദ്യമാണ് നിശ്ചലാവസ്ഥ u0. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ബ്രേക്ക് പിടിച്ച് നിന്നു, അന്ത്യപ്രവേഗം 0. കാരണം ഓടുന്നു, ചലനാവസ്ഥ, നിൽക്കുന്നു, നിശ്ചലാവസ്ഥ. ക്ലിയർ ആണ്? മുകളിൽ നിന്ന് താഴോട്ട് വീണാൽ ആദ്യ പ്രവേഗം 0, മുകളിലോട്ട് പോയാൽ അന്ത്യപ്രവേഗം 0. സെറ്റാക്കി വെച്ചാണ് ഇത്രയും കാര്യം. ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. നമ്മുടെ 3 ഇക്വേഷനാണ്. v = u + at, s = ut + ½ at², v² = u² + 2as. ഇക്വേഷനിലോട്ടൊക്കെ വരാം. നിങ്ങൾ സമാധാനപ്പെടുക. അതിനെല്ലാം മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഇത് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. v = u + at. ഒരു പ്രാവശ്യം പറയടാ, v = u + at. ഒന്നും കൂടെ പറയുന്ന ഒന്നുമില്ല, നിങ്ങൾ പറയാൻ എനിക്ക് മനസ്സിലായി. പറഞ്ഞോ, v = u + at. ഒന്നും കൂടി, v = u + at. s = s = ut plus ½ at². ഒന്നും കൂടെ, s = ut plus ½ at². നോക്കിയും കൂടെ പറഞ്ഞാൽ മതി. s = ut plus ½ at². ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഇക്വേഷനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് വേണ്ടത്. s = ut plus ½ at². ഒന്നാമത്തെ പഠിക്കേണ്ട, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അടുത്ത് ലാസ്റ്റ് ഇക്വേഷൻ, v² = u² plus 2as. v² = u² plus 2as.
ക്ലിയർ ആണേ? ശരി, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എടാ v = u + at. v = u + at എന്ന ഇക്വേഷനെ നിങ്ങൾ ആക്സിലറേഷൻ ത്വരണത്തിന്റെ ഇക്വേഷൻ ആലോചിച്ച് നോക്കടാ. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം എങ്ങനെ കണ്ടുപിടിക്കാം? അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ത്വരണം കിട്ടും. അടുത്ത് ഈ ടി മോളിൽ പോയാൽ at = v - u എന്ന് വരും. ഈ മൈനസ് യു ഇപ്പുറത്തൊന്നല്ല, at + u = v. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ v = u + at. അതായത് ഒന്നാമത്തെ ഇക്വേഷനും ആക്സിലറേഷൻ്റെ ഇക്വേഷനും സെയിം ആണ്. ക്ലിയർ? ഒന്നാമത്തെ ഇക്വേഷനും ത്വരണവും സെയിം ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നാമത്തത് ആക്സിലറേഷനിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. സോ ഒന്നാമത്തെയും ആക്സിലറേഷൻ്റെയും സെയിം ആണ്, ഓർത്തു വെച്ചോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ ത്വരണം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ത്വരണം കണ്ടുപിടിക്കാം പ്രവേഗമാറ്റം ബൈ സമയം v - u/t. അത് തന്നെയാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ പിന്നെയും v = u + at പഠിക്കേണ്ട, ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് എസ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ നോക്കണേടാ, ശ്രദ്ധിച്ചേട്ടാ. ഇവിടെ v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്, s ഉണ്ട്. ഇതിൽ v എന്ത് പ്രവേഗമാണ്? അന്ത്യപ്രവേഗം, അവസാനത്തെ പ്രവേഗം. u എന്താണ്? ആദ്യ പ്രവേഗം, ആദ്യത്തെ പ്രവേഗം. a എന്താണ്? a ത്വരണം അല്ലെ, ആക്സിലറേഷൻ. ത്വരണം അല്ലെങ്കിൽ മന്ദീകരണം. എടാ, ത്വരണം എന്ന് പറഞ്ഞാലും മന്ദീകരണം എന്ന് പറഞ്ഞാലും എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? എയിൽ. അടുത്ത ടി എന്താണ്? സമയം, ടൈം. എസ് എന്താണ്? സ്ഥാനാന്തരം. എസ് എന്താണ്? സ്പീഡല്ല, സ്ഥാനാന്തരം. ക്ലിയർ ആണേ നിങ്ങൾക്ക്? അപ്പൊ ത്വരണം 5, a = 5, മന്ദീകരണം 5, a = -5. ക്ലിയർ ആണേ നിങ്ങൾക്ക് ഇത്രയും കാര്യം? അടുത്ത് എടാ, ഈ ഇക്വേഷനിൽ കുറച്ച് ഉടായ്പുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഇക്വേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് 1, 2, 3, 4, 5 5 ആൾക്കാരെ വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ആൾക്കാരെ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇക്വേഷനിലും ഒരാൾ മിസ്സിംഗ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. v = u + at ആരില്ല? s ഇല്ല. s = ut + ½ at² ആരില്ല? v ഇല്ല. v² = u² + 2as ആരില്ല? t ഇല്ല. മനസ്സിലായോ? ഓരോ ഇക്വേഷനിലും ഓരോരുത്തരും മിസ്സിംഗ് അല്ലേ? എന്നാൽ എല്ലാ ഇക്വേഷനിലും യുവും എയും ഉണ്ട്. മനസ്സിലായോ? അതായത് യുവും എയും ആദ്യ പ്രവേഗവും ത്വരണവും കിട്ടാതെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റൂല, ഒരു കണക്കും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? യുവും എയും ഇല്ലാതെ ഒരു കണക്കും ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പോവുകയാണ്. നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഇക്വേഷൻ ഇതിപ്പോൾ ഒരു 10th ലെവൽ, ആ ലെവലിൽ നമ്മൾ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നോക്കിക്കോ, ചലന സമവാക്യം എന്ന് വെച്ചാൽ ഇതെല്ലായിടത്തും ഇട്ട് കൊടുക്കാൻ പറ്റൂല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലായിടത്തും ഇട്ട് കൊടുക്കാൻ പറ്റൂല. ഇത് യൂണിഫോമിലി ആക്സിലറേറ്റ് ആയിട്ടുള്ള ബോഡിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിലോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു പോകുന്നത് എന്തിനാണ്? നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന കണക്കാണെങ്കിൽ അവിടെ ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ഥാനാന്തരം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? ഈ ഇക്വേഷൻസ് ഇട്ട് ചെയ്യുന്ന കണക്കാവുമ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എസ് കണ്ടുപിടിച്ചാൽ സ്ഥാനാന്തരം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ? അത് മാത്രം മൈൻഡ് വയ്ക്കുക. ക്ലിയർ ആണേ? ഇനി അടുത്ത് ഇത് ഫിസിക്സിലെ കണക്കാണ് എന്ന് എങ്ങനെ അറിയാം? അതിന് ശേഷം ഇതിലോട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. എടാ, ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോർമലി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ത്രികോണം വരയ്ക്കും, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം അല്ലേ? ഇങ്ങനെയായിരിക്കും ചെയ്യുക. ഇനി ഫിസിക്സിലെ കണക്കാണിത്, മാത്സിലെ കണക്കല്ല, ഫിസിക്സിലെ കണക്കാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതൊക്കെ അറിയണമല്ലോ. ഇത് ഫിസിക്സിലെ ആണെന്ന് അറിഞ്ഞാലേ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഫിസിക്സിലെ കണക്കാണെന്ന് എങ്ങനെ മനസ്സിലാവും? സിമ്പിളാണ്. മറ്റേ 10 ക്വസ്റ്റ്യൻ ഒരുമിച്ച് കിടക്കൂലേ? പണ്ട് 20 ആയിരുന്നു, ഇപ്പം 10 ആണ്. 10 ക്വസ്റ്റ്യൻ ഒരുമിച്ച് കിടക്കൂലേ? അത് മാത്സ്. അതിൽ പെടാതെ പുറത്ത് കിടക്കുന്നത് ഫിസിക്സ്. ക്ലിയർ? അങ്ങനെ ആലോചിക്കുക. ആദ്യം നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, ബാക്കിയൊക്കെ പിന്നെ. ത്വരണവും മന്ദീകരണവും ഒക്കെ പിന്നെ. ക്ലിയർ? 10 എണ്ണത്തിൻ്റെ കൂടെ ഒരുമിച്ചല്ലാതെ പുറത്ത് കിടക്കുന്നത് ഫിസിക്സിലെ കണക്കോ കെമിസ്ട്രിയിലെ കണക്കോ ഒക്കെ ആയിരിക്കും. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ കൂടെ കിടക്കുന്ന ഫിസിക്സിലെ കണക്ക് അത് ആദ്യം പഠിക്കുക. ഇനി അടുത്ത് ഇതേപോലുള്ള വാക്കുകൾ, ആദ്യപ്രവേഗം, അന്ത്യപ്രവേഗം. നിങ്ങൾ ചിരിക്കണ്ട, അങ്ങനെ നമുക്ക് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആദ്യം അങ്ങനെ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ത്വരണത്തിലോട്ടൊക്കെ പോവാം. ത്വരണം, മന്ദീകരണം, അതേപോലെ ടൈം, സ്ഥാനാന്തരം, ഇതൊക്കെ കിടക്കുകയാണെങ്കിൽ അത് ഈ ചലന സമവാക്യത്തിലാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാം? നിങ്ങൾ പ്രാക്ടീസ്. നമ്മൾ ഈ 5-6 കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത്രയേ ഉള്ളൂ, ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഫിസിക്സിലെ ഏറ്റവും പാടായിട്ടുള്ള പോർഷനാണിത്. ഏറ്റവും പാട്, ഫിസിക്സിലെ ഏറ്റവും പാടായിട്ടുള്ള പോർഷൻ. അത് ആദ്യമേ എടുക്കുന്നത്, ആദ്യമേ അങ്ങ് സെറ്റാക്കാനാണ്. ക്ലിയർ? അപ്പം ആദ്യമേ ഇത് സെറ്റാക്കി വെച്ചാൽ റിവിഷൻ നടക്കുമ്പോഴും ഇത് കയറി വരും. അപ്പോൾ ഒന്നും കൂടെ സെറ്റാവും. ഇപ്പം പാടായിട്ട് തോന്നിയാലും റിവിഷനിലും ഇത് പിന്നെയും വരുമ്പോൾ നമുക്കിത് സെറ്റാവും. ക്ലിയർ? ഗ്രാവിറ്റിയിലും നമ്മൾ ഇത് വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ പറ ഇത് കേൾക്കുമ്പോൾ ഈ ഇക്വേഷൻ അങ്ങ് മനസ്സിൽ പതിയെ. അത്രയുള്ള പരിപാടി. സോ അപ്പം നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ്? ഏറ്റവും കൂടുതൽ വേണ്ടത് s = ut + ½ at². സോ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പം ut + ½ at².
അപ്പം നമുക്ക് എസ് കണ്ടുപിടിക്കണം. ഇവിടെ യു വേണം, എ വേണം, ടി വേണം, എങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. PSC എ തരും, ടി തരും, വി തരും, യു തരില്ല. അപ്പൊ യു നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഒന്നെങ്കിൽ വി = യു പ്ലസ് AT. നോക്ക്, വിയും ഉണ്ട്, എയും ഉണ്ട്, ടി ഉണ്ടെങ്കിൽ യു കണ്ടുപിടിച്ചൂടെ? അതായത് അത് ഏത് ഇക്വേഷൻ? A = v - u/t തന്നെയല്ലേ ആ ഇക്വേഷൻ. സോ വിയും എയും ടിയും അറിയാൻ ഇവിടുന്ന് യു കണ്ടുപിടിച്ചൂടാ? കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ PSC എന്ത് ചെയ്യും? യു തരും, ടി തരും, വി തരും. ആരെ തരില്ല? എ തരില്ല. എ നമുക്കറിയാം, A = v - u/t അല്ലേ? അങ്ങനെ എ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റൂല, ഒരിടത്തിനെയും കൂടെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അവിടെയും ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ബ്രേക്ക് പിടിച്ച് നിന്നു എന്നേ പറയുള്ളൂ. V0 ആണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ബ്രേക്ക് പിടിച്ച് നിന്നാൽ അന്ത്യപ്രവേഗം 0 എന്ന് നമുക്കറിയാം. നിർത്തിയിട്ടിരിക്കുന്ന കാറ് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യപ്രവേഗം 0. മുകളിൽ നിന്ന് താഴോട്ട് വന്നാൽ U0 ആണ്. താഴെ നിന്നൊരു സാധനം മുകളിലോട്ട് പോയാൽ V0 ആണ്. കൺഫ്യൂഷൻ അടിപ്പിക്കുന്നതല്ല, 2-3 കണക്ക് ചെയ്യുമ്പോൾ പട്ട സെറ്റ് ആവും. ക്ലിയർ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ പരാജയമായി നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഫിസിക്സ് പാടായിട്ട് തോന്നും, നന്നായിട്ട് പാടായിട്ട് തോന്നും. കാരണം മാത്സേ നമുക്ക് പിടിയിട്ടല്ല, അപ്പോഴാണ് ഫിസിക്സിലെ മാത്സ് നല്ല പാടായിട്ട് തോന്നും. പാടാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ക്ലിയർ? ബാക്കിയുള്ള പിള്ളേർ ഇതൊക്കെ ചോദിക്കുമ്പോൾ റാങ്ക് മേക്കിംഗ് ആണ്, അവർ റാങ്ക് വാങ്ങിച്ചുകൊണ്ട് കയറിപ്പോകും. നമുക്കപ്പം ഇത് ഫിസിക്സിലെ മാത്സ് പാടാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, കൂടെ പിടിക്കാം. ക്ലിയർ? കൂടെ പിടിച്ചോണേ. സോ നോക്കിക്കോ, ഇനിയുടെ എസ് ഇവിടെ നിന്നും കണ്ടുപിടിക്കാമേ. വിയും യുവും എയും ഉണ്ടെങ്കിൽ നമുക്ക് എസ് കണ്ടുപിടിക്കണം. കാരണം v² = u² + 2as അല്ലേ? അപ്പം വിയും യുവും എയും അറിയാമെങ്കിൽ ഇവിടെ നിന്നും എന്ത് കണ്ടുപിടിക്കാം? എസ് കണ്ടുപിടിക്കാം. നമുക്ക് കണക്കിലോട്ട് പോവാം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ്, സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗത്തെ പറ്റി പറയുന്നു. 5 സെക്കൻഡ് കൊണ്ട്. അപ്പൊ തരുന്ന ആൾക്കാരെ നിങ്ങൾ ദയവ് ചെയ്തെടുത്ത് എഴുതുക. സോ ടൈം എത്രയാണ്? ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോടാ? സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം കൊണ്ട്. അപ്പൊ ടൈം എത്ര? 5 സെക്കൻഡ്. ക്ലിയർ? അടുത്ത് പ്രവേഗം 5 സെക്കൻഡ്. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡിൽ നിന്നും 40 മീറ്റർ/സെക്കൻഡ് ആയി. 40 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം എത്രയായിരിക്കും? ഈ സമയം കൊണ്ടുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കും? രണ്ടെണ്ണമാണ് ചോദ്യം. നമുക്ക് ചോദിക്കുമ്പോൾ ഇത് ചോദിക്കില്ല, ഡയറക്റ്റ് സ്ഥാനാന്തരം എത്രയായിരിക്കും എന്ന് ചോദിക്കും. ക്ലിയർ? സോ നമുക്ക് പോവാം. ഞാൻ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ത്വരണം ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡയറക്റ്റ് നമുക്ക് ഇത് ചോദിക്കാതെ ഡയറക്റ്റ് സ്ഥാനാന്തരം എന്ത് ചെയ്യും? ചോദിക്കും. അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് കണക്കൊന്നും കൂടെ വായിക്കാം. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട്, ടൈം 5 സെക്കൻഡ്, പ്രവേഗം 20 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 40 ആയി. അപ്പോൾ പ്രവേഗം ആദ്യം 20 ആയിരുന്നു, പിന്നീട് ഇപ്പോൾ എത്രയായി? 40 ആയി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണേ. സോ അപ്പം ആദ്യം 20, ആദ്യ പ്രവേഗം 20 മീറ്റർ/സെക്കൻഡ്, അന്ത്യപ്രവേഗം എത്ര? 40 മീറ്റർ/സെക്കൻഡ്. 20 നിന്ന് 40 ആയി. അപ്പൊ അന്ത്യപ്രവേഗം 40. കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ത്വരണം എങ്ങനെ പിടിക്കാം? ത്വരണം പ്രവേഗമാറ്റം ബൈ സമയം. അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലേ? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കൂടെ ചെയ്താൽ മതി. അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവസാനത്തെ പ്രവേഗം എത്ര? 40. ആദ്യത്തെ പ്രവേഗം എത്ര? 20. സമയം എത്ര? 5. 40 നിന്ന് 20 കുറച്ചാൽ 20. 20/5 എത്ര? 4 മീറ്റർ/സെക്കൻഡ്². 90 മിനിറ്റ്. അതല്ലേ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം ത്വരണം കിട്ടിയില്ലേ? ഇനി കാറിനുണ്ടായ സ്ഥാനാന്തരത്തിന്റെ ഇക്വേഷൻ എന്താണ്? S = ut + ½ AT². ut + ½ AT². എൻ്റെ പൊന്നടാവേ, ഈ പ്ലസും ടി ഇങ്ങനെയാണ് എഴുതുന്നത്, പ്ലസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, പ്ലസ്സിന് കൊണ്ട് ഇങ്ങനെ കുരിശ് വരച്ച് വയ്ക്കരുത്. മനസ്സിലായോ നിങ്ങൾക്ക്? അവസാനം നിങ്ങൾ പ്ലസ് ഏത് ടി ഏതെന്ന് ആലോചിക്കും. ടി ഇങ്ങനെ എഴുതുക, പ്ലസ് ഇങ്ങനെ ഇടുക. ഓക്കെ, അത് മനസ്സിലാക്കി എഴുതുകയാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ അപ്പോൾ യു എത്ര? യു ആദ്യ പ്രവേഗം 20. ടി എത്ര? ടി എത്രയുണ്ടാ? 5 + ½ ഇൻറ്റു എ എത്ര? 4 ഇൻറ്റു T². ടി സമയം 5 അല്ലേ? 5ന്റെ സ്ക്വയർ എന്ന് എഴുതാൻ ഒരു സ്റ്റെപ്പ് വേണ്ട. 5ന്റെ സ്ക്വയർ 25 അല്ലേ? ഡയറക്റ്റ്ലി 25 എന്ന് എഴുതുക. അങ്ങനെയാണ് 20 ഇൻറ്റു 5 എത്ര? 100 + ½ ഇൻറ്റു ഈ 2നെയും ഈ 4നെയും വെട്ടിയാൽ 2 എന്ന് എഴുതാം. 2 × 25 എത്രയാണ്? 50. 100 + 50 എത്ര? 150 മീറ്റർ എന്ന് എന്ത് ചെയ്തു? കിട്ടി. ക്ലിയർ? കഴിഞ്ഞു. ഇനി നോക്ക്, ഇത് വെട്ടാൻ അറിയാത്ത കുട്ടികൾ, നിങ്ങൾ വെട്ടണ്ടടാ. നിങ്ങൾ 25 × 4 ചെയ്യും 100. 100/2 എത്ര? 50. അതിനെയാണ് ഞാനിവിടെ വെട്ടി ചെയ്തത്. വെട്ടി ചെയ്യുന്നവൻ സ്പീഡ് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ പ്രോ ആണെങ്കിൽ
വെട്ടി ചെയ്താലും ഇൻറ്റു ചെയ്താലും എല്ലാം നമുക്ക് സെറ്റായിരിക്കും. ക്ലിയർ? കാരണം വെട്ടാൻ അറിയാത്തവൻ വെട്ടി എന്ത് സംഭവിക്കും? അവൻ വെട്ടി ചെയ്തിട്ട് ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒന്നേന്ന് ഇൻറ്റു ചെയ്ത് നോക്കും. വെട്ടി ഉത്തരം എഴുതിയിട്ട് ശരിയാണോ എന്നറിയാൻ ഒന്നേന്ന് ഇൻറ്റു ചെയ്ത് നോക്കും. എന്നെ കണ്ടത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതല്ലേ. സോ അപ്പോൾ ഇത് പക്കയായെന്ന് വിശ്വസിക്കുന്നു ഈ കണക്ക്. ക്ലിയർ ആയോ? സ്ഥാനാന്തരവും കിട്ടി, ത്വരണവും കിട്ടി. അടുത്ത കണക്കിലോട്ട് വാടാ. അടുത്ത് നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു കാർ. അപ്പൊ നമുക്ക് കിട്ടുന്നതൊക്കെ സ്പോട്ട് എഴുതണേ. നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു കാറ് സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ ത്വരണം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ചു, അപ്പം തന്നെ എഴുതുക അവിടുത്തെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച ആദ്യ പ്രവേഗം 0 അല്ലേ? കാറ് സമത്വരണത്തോടെ സഞ്ചരിച്ചോട്ടെ. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട്, ടൈം 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ, അപ്പം ദൂരം എസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയടാ. ഇതിലായോണ്ട് 100 മീറ്റർ. ത്വരണം എത്ര? അവിടെ ട്വിസ്റ്റ് ഉണ്ട്. ത്വരണമല്ലേ ചോദ്യം. നമ്മൾ ത്വരണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ത്വരണം = അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറിച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഗായ്സ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എസ് അല്ലേ തന്നിരിക്കുന്നത്? വി തന്നിട്ടുണ്ടോ? ഇല്ല. വി കണ്ടുപിടിക്കാം. v² = u² + 2as. അതിനും നമുക്ക് എ വേണ്ടേ? വി കണ്ടുപിടിക്കണമെങ്കിൽ v = u + at. അതിനും നമുക്ക് എ വേണ്ടേ വി കണ്ടുപിടിക്കണമെങ്കിൽ? എന്നാൽ മറ്റൊരു ഇക്വേഷനിലെ s = ut + ½ at² എന്നൊരു ഇക്വേഷൻ ഇല്ലേ? എസ് അറിയാം, യു അറിയാം, ടി അറിയാമെങ്കിൽ എ കണ്ടുപിടിച്ചൂടെ ഇവിടെ നിന്ന്? അവിടെയാണ് ട്വിസ്റ്റ്. ചോദിച്ചിട്ടുണ്ട്. ബുദ്ധി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ കണ്ടപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയേ. കാരണം എസ് ഒക്കെ കയറുന്ന മനസ്സിലായി. ആദ്യം ഇത് എഴുതി നോക്കി, കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ചലന സമവാക്യത്തിലെ കണക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 3 എണ്ണം നിരത്തി എഴുതണം. v = u + at, s = ut + ½ at², v² = u² + 2as എന്ന് പറഞ്ഞാൽ അവിടെ സൈഡിൽ അങ്ങ് എഴുതി വയ്ക്കണം. എഴുതി വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയാൽ മതി, കിട്ടും. ഈ 3 ഇക്വേഷൻ പഠിക്കണം. എന്നിട്ട് 3ഉം സൈഡിൽ എഴുതി വെച്ചിട്ട് കറക്കിയാൽ മതി, കിട്ടും ഉറപ്പാണ്. ആ ഇക്വേഷനും ഇതും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അപ്പം കിട്ടും. അപ്പോൾ പക്കയായിട്ട് എന്ത് ചെയ്യും? കിട്ടും. സോ ഞാൻ അവിടെ ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ s = 100 ആണ്, u എന്താണ്? 0 ആണ്, t 5 ആണ്, +½ a കണ്ടുപിടിക്കണം. t² t 5 ആണ്, 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. അപ്പം 100 = 0 × 5 എത്രയാണ്? 0 ആണ്. അപ്പോൾ അത് എഴുതണ്ട, 0+ എഴുതണ്ടല്ലോടാ. ½ a × 25. ഇനി ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എടാ, എന്നെ സംബന്ധിച്ച് എനിക്ക് അപ്പുറവും ഇപ്പുറവും കൊണ്ടുപോകുമ്പോൾ ലെറ്റേഴ്സ്, അതായത് നമ്പേഴ്സിനെ കൊണ്ടു എളുപ്പമാണ്. 25 അപ്പുറത്ത് പോയാൽ -25 ആവുമെന്ന് അറിയാം, -25 അപ്പുറത്ത് പോയാൽ +25 ആവുമെന്ന് അറിയാം. എന്നാൽ ഈ ലെറ്റേഴ്സിലെ എ, എസ് ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ മൈനസ് ഇടാൻ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിനെ തൊട്ടേ a = 5, s = 4 എന്നാണ് പറഞ്ഞു പഠിച്ചത്. അല്ലാതെ 4 = a എന്നോ d എന്താണ് 5 = ഡിസ്റ്റൻസ് എന്നോ പറയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ദൂരം എത്ര? സാറേ ദൂരം 12 എന്നല്ലേ പറയുള്ളൂ, അല്ലാതെ 12 സാറേ ദൂരം അങ്ങനെ പറയൂല. ക്ലിയർ? അതായത് ദൂരം = 12, അല്ലാതെ 12 ദൂരം നിങ്ങൾ പറയൂ ഇല്ല. സോ ആ ഒരു മെത്തേഡ് നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിരിക്കും ലെറ്റർ, റൈറ്റ് സൈഡിലായിരിക്കും നമ്പർ. ലെഫ്റ്റ് സൈഡിൽ ലെറ്റർ, റൈറ്റ് സൈഡിൽ നമ്പർ. സോ അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലാണ് എനിക്ക് കിട്ടേണ്ടവൻ്റെ കിടക്കുന്നതെങ്കിൽ ഞാൻ ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. സോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എഴുതുകൂടാ. മാത്സിൽ കിടിലങ്ങളായിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഇത് വേണ്ട, ഇത് എൻ്റെ മാത്രം സ്റ്റെപ്പാണ്. ഞാൻ കുട്ടികൾക്ക് മാത്സിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ½ a × 25 = 100 എന്ന് ഞാൻ ഒന്നും കൂടി എഴുതും. ഞാൻ എന്ത് ചെയ്തു? ഇത് അപ്പുറത്ത് കൊണ്ടുപോയി, ഇത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത്. ഇനി എനിക്ക് നമ്പേഴ്സിനെ മാത്രം കൊണ്ടുപോയാൽ മതി. എ അവിടെ കിടപ്പുണ്ട്, റിസ്ക് ഇല്ല. സോ അപ്പോൾ ഈ 2 മോളിൽ പോവും, 25 താഴെ വരും. a = 100 × 2/25. ഈ 25ഉം ഈ 100ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എത്രന്ന് വരും? 4 എന്ന് വരും. 4 × 2 എത്ര? 8 m/s² എന്ന് കിട്ടും. കിട്ടിയോ? പക്ക. ക്ലിയർ ആയോ? ഇവിടെ ഒറ്റയടിക്ക് വേണമെങ്കിൽ 100 × 2 200, 200/25 ചെയ്താലും 8 നേനെ കിട്ടും. ഓക്കെ, നല്ല പാടായിട്ടുള്ള കണക്കുകളാണ്, അതിലോട്ടാണ് പോകണം. ഓക്കെ അല്ലേ? ചുമ്മാ അവിടെ ഇവിടെയും തൊട്ട് പോയിട്ട് കാര്യമില്ല, പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു, ആ സ്പോട്ട് എഴുതണം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച ആദ്യ പ്രവേഗം എന്താണ്? 0.
ആരംഭിച്ച് ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് ത്വരണത്തോടെ സഞ്ചരിക്കുന്നു. എ എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ ടൈം എത്ര? 3 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്ര എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ചു. അപ്പോൾ ആദ്യ പ്രവേഗം 0. 3 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ 5 ആയിട്ട് മാറി. എങ്കിൽ ഇവിടെ എത്തുമ്പോൾ ത്വരണം എത്രന്നല്ലേ? അതായത് അന്ത്യപ്രവേഗം എത്രന്നല്ലേ ചോദ്യം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ചു, ആദ്യ പ്രവേഗം 0 ആണ്. എന്നിട്ട് ഇപ്പോൾ ഉള്ള പ്രവേഗം എത്ര? അത് അന്ത്യപ്രവേഗം ആയിരിക്കൂലേ? ക്ലിയർ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം പോകുമ്പോൾ ആദ്യം ഇത്രയുണ്ടായിരുന്നു, ഇപ്പോൾ എത്രയെന്ന് വെച്ചാൽ അത് അന്ത്യപ്രവേഗമാണ്. നിങ്ങൾ ഇപ്പം കാണുന്നതല്ലേ എൻ്റെ ലേറ്റസ്റ്റ് പ്രവേഗം. ഇപ്പം നോക്ക്, എൻ്റെ കൈ ഇങ്ങനെ പോകുന്നു. ആദ്യം 20 ആയിരുന്നു, ഇങ്ങനെ പോയിട്ട് ഈ ഇപ്പോൾ 30 എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ അന്ത്യപ്രവേഗമാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഉള്ള പ്രവേഗം എത്ര? അന്ത്യപ്രവേഗം കണ്ടുപിടിക്കാനാണ്. ക്ലിയർ. ലാസ്റ്റ് ഇപ്പോൾ ഉള്ള പ്രവേഗം അതാണ് അന്ത്യപ്രവേഗം. ഇപ്പോൾ ഉള്ള പ്രവേഗമാണ് അന്ത്യപ്രവേഗം. ക്ലിയർ. അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാലും മതി. സോ അപ്പോൾ നോക്കിക്കോ. അപ്പോൾ നമുക്ക് എന്താ പറയുക? വി കണ്ടുപിടിക്കണം. നമുക്കറിയാം 3 ഇക്വേഷൻ സൈഡിൽ എഴുതുകയാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എഴുതി. ഞാൻ നോക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റൂ. വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. യു പ്ലസ് എ ടി, യു ഉണ്ടോ? ഉണ്ട്. എ ഉണ്ടോ? ഉണ്ട്. ടി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? ഇതിൽ നോക്കിയാൽ എന്ത് പറ്റും? വി കണ്ടുപിടിക്കണം. യു ഉണ്ട്, എ ഉണ്ട്, എസ് ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തേട്ട് കണ്ടുപിടിക്കാം. എളുപ്പം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു എത്രയാണ്? യു 0 പ്ലസ് എ എത്രയാണ്? 5, ടി എത്രയാണ്? 3. അപ്പോൾ 15 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അന്ത്യപ്രവേഗം എത്ര? 15. പക്ക. ക്ലിയർ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. എടാ, ഇത് എത്ര പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ കേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കുന്ന രീതിയിൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം എഴുതണം എ ഈസ് ഈക്വൽ ടു -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുകൊണ്ട്? മന്ദീകരണം, ത്വരണമല്ല. മനസ്സിൽ ആയോ? ലഭിക്കുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട്, ടൈം എത്ര? 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ബ്രേക്ക് പിടിച്ച് നിന്നാൽ അന്ത്യപ്രവേഗം 0. നിർത്തിയിട്ടിരിക്കുന്ന കാറ് സ്റ്റാർട്ട് ചെയ്താൽ ആദ്യപ്രവേഗം. ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം നിന്നാൽ അന്ത്യപ്രവേഗം V0. എന്നാൽ ബ്രേക്ക് ചെയ്ത് മുതൽ കാറ് നിർത്തിയത് വരെയുള്ള സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദ്യം. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എടാ, അങ്ങനെയാണെങ്കിൽ നോക്ക്, യു ഉണ്ടോ? ഇല്ല. ടി ഉണ്ട്, എ ഉണ്ട്, യു ഇല്ല. നമുക്കറിയാം ഏത് ഇക്വേഷൻ ചെയ്യണമെങ്കിൽ യുവും എയും വേണം. ഇവിടെ എ ഉണ്ട്, അപ്പോൾ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? യു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷനിൽ നിന്ന് എന്തായാലും കിട്ടൂല. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതിയാലും മതി. രണ്ടും സെയിം ആണ്. അടുത്ത ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അടുത്ത ഇക്വേഷൻ ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്ത ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എൻ്റെ പൊന്നടാ, നോക്ക്. ഇതിൽ നമുക്ക് യു അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എയും ടിയും വിയും അറിഞ്ഞൂടെ? അറിയാം. എങ്കിൽ ഇവിടെ നിന്ന് യു കണ്ടുപിടിച്ചൂടെ? നോക്ക്, യു അറിയാം, ഞാനത് കാണിച്ചു തരാം. എ അറിയാം, ടി അറിയാം, വി അറിയാം. യു കണ്ടുപിടിച്ചൂടെ? വി എ ടി യു കണ്ടുപിടിച്ചൂടെ? ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് എസ് ഇല്ല. ഇവിടെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെയും എസ് ഉണ്ട്. സോ അപ്പം നമുക്ക് ഒന്നാമത്തേലിട്ട് കണ്ടുപിടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം യു കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. നമുക്ക് നോക്കാം. യു കിട്ടിയ പരിപാടി കഴിയും. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കി നോക്കണം. ഒറ്റ മിനിറ്റ്. ശരി, നോക്കിക്കോ. എസ് ഈസ് ഈക്വൽ ടു യു അറിയില്ല ഇൻറ്റു ടി. ടി എത്രയാണ്? ടി 4 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ എത്രയാണ്? -3 ആണ്. ടി സ്ക്വയർ 4ന്റെ സ്ക്വയർ ആണ് അല്ലേ? സോ അപ്പോൾ നമുക്ക് യു കൂടെ കിട്ടി. ഇവിടെ ഇട്ട് ചെയ്യാം. അപ്പോൾ യു കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതിൽ നോക്കിക്കോ, വി എത്രയാണ്? വി 0 ആണ്. യു എത്രയാണ്? കണ്ടുപിടിക്കണം. പ്ലസ് എ എത്രയാണ്? -3 ആണ്. ടി എത്രയാണ്? 4 ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇനി 0 ഈസ് ഈക്വൽ ടു യു പ്ലസ് -3 × 4 എത്ര? -12. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ഇവിടെയും ചെയ്യും. തിരിച്ചെഴുതും. യു പ്ലസ് -12 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. യു -12 അപ്പുറത്ത് പോയാൽ +12, യു 12
12 എന്ന് കിട്ടും. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്നതാണ് കുട്ടികൾ ഇതുവരെ ചെയ്തിട്ട് u = -12 എന്ന് എഴുതി വയ്ക്കും. ഈ u -12 എഴുതും. തെറ്റല്ലേ? ഈ u ഇപ്പോഴത്തെ പോയാൽ -u ആണ് -12, u 12 ആണ്. അത് തെറ്റാതിരിക്കാനാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. -12 അപ്പുറത്ത് പോയാൽ നിങ്ങൾ 12 ആക്കിക്കോളും. പക്ഷേ യുവിനെ കൊണ്ടുപോയാൽ നിങ്ങൾ മൈനസും പ്ലസും ഇട്ട് കൊടുക്കൂല. ഓക്കെ അല്ലേ? അപ്പോൾ u 12 കിട്ടിയാൽ പരിപാടി കഴിഞ്ഞില്ലേ? ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ. സോ s = 12 × 4 പ്ലസ് ഹാഫ് ഇൻറ്റു -3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16. 12 × 4 48 ആണ്. പ്ലസ് ഹാഫ് 2ഉം 16ഉം വെട്ടിപ്പോയ 8 എന്ന് കിട്ടും. 8 × 3 എത്ര? 1 8 2 8 16 3 8 24. മൈനസ് ഉള്ളത് കൊണ്ട് -24. അപ്പം 48ൻ്റെ കൂടെ -24 കൂട്ടിയാൽ 24 എന്ന് കിട്ടും അല്ലേ? പ്ലസും മൈനസും വന്നാൽ മൈനസ് അല്ലേ ചെയ്യേണ്ടത്? സോ 24 മീറ്റർ എന്ന് കിട്ടും. എസ് 24 മീറ്റർ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇത്രയും കാര്യം പക്കയല്ലേ? ഇമ്പോർട്ടൻ്റ് കണക്കാണ്. ഒരു പ്രാവശ്യം കാണുക, കിട്ടുന്നില്ല. ഒന്നും കൂടെ കാണുക, കിട്ടുന്നില്ല. എന്നോട് ചോദിക്കുക, സാർ ഇത് ഒന്നും കൂടെ പറഞ്ഞു തരും. ഓക്കെ, മനസ്സിലാകും വരെ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ പഠിച്ചത് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് വേണ്ടി മീറ്റർ എന്നല്ലേ പഠിച്ചത്, ഡിസ്പ്ലേസ്മെൻറ്റും മീറ്റർ എന്നല്ലേ പഠിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന സാധനങ്ങളും നമുക്ക് ഇതേ യൂണിറ്റ് കിട്ടണം. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് അല്ലേ? അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ/സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യണം? കിട്ടണം. ക്ലിയർ? എങ്കിലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് PSC km/h തരും. എന്ത് തരും? km/h തന്നാൽ അതിന് എന്തിലോട്ട് മാറ്റണം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. km/h തന്നാൽ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റാം? അതിന് km/h തരുന്നതിന് ×5/18 ചെയ്താൽ മതി. km/h തരുന്നതിനെ ×5/18 ചെയ്താൽ നമുക്ക് ഏത് കിട്ടൂടാ? മീറ്റർ/സെക്കൻഡിൽ കിട്ടും. പക്ക ക്ലിയർ ആയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ km/h തരുന്നത് 18ൻ്റെ ഒരു ഗുണിതമായിരിക്കും. 18ൻ്റെ ഗുണിതമായിരിക്കും എപ്പോഴും തരിക. കാരണം 36 × 5/18 2 പ്രാവശ്യം അല്ലേ? 2 × 5 11 എഴുതിക്കൂടെ? അതേപോലെ 54, അതേപോലെ 72, അതേപോലെ 90, 108 ഈ സംഖ്യകളാണ് എപ്പോഴും തരുന്നത്. ഇനിയിപ്പം 100% പറയാൻ പറ്റൂല, ചിലപ്പോൾ വേറെ ചോദിക്കാം. പക്ഷേ ഇതാണ് മിക്കപ്പോഴും എന്ത് ചെയ്യുന്നത്? തരുന്നത്. ക്ലിയർ ആണേ? വെട്ടിപ്പോവാൻ വേണ്ടി. അടുത്ത് സമയം എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡിൽ വേണം, മിനിറ്റിൽ തരും. 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ? അപ്പം 2 മിനിറ്റ് 120 സെക്കൻഡ് അല്ലേ? അതായത് ×60 ചെയ്താൽ പോരെ? മിനിറ്റിനെ ×60 ചെയ്താൽ നമുക്ക് സെക്കൻഡ് കിട്ടും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മിനിറ്റിന് ×60 ചെയ്താൽ സെക്കൻഡ് കിട്ടും. ഇതുവരെ നമ്മളിത് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഇതുവരെ തന്ന യൂണിറ്റുകളെല്ലാം എല്ലാ മീറ്റർ/സെക്കൻഡിലല്ലേ? നിങ്ങൾ നോക്ക്, എല്ലാ ത്വരണം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. സമയം ഇതിൽ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്, 4 സെക്കൻഡ് അല്ലേ? ബാക്കിയുള്ള കണക്കുകൾ എല്ലാത്തിലും അതേ യൂണിറ്റ്, നമുക്ക് വേണ്ട അതേ യൂണിറ്റല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ ഈ കണക്കിൽ അങ്ങനെയല്ല. നമുക്ക് നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനിന്റെ പ്രവേഗം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട അപ്പം എഴുതിക്കോണം. ആദ്യ പ്രവേഗം എന്താണ്? 0 അല്ലേ? 0. ആദ്യ പ്രവേഗം 0. റെയിൽവേ സ്റ്റേഷൻ പുറപ്പെട്ടു, നിർത്തിയിട്ടിരിക്കുന്ന സാധനം പുറപ്പെട്ടാൽ ആദ്യ പ്രവേഗം 0 അല്ലേ? സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട്, ടൈം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി. എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലടാ, ഒരു ട്രെയിന് നിർത്തിയിട്ട്, നിങ്ങൾ വരച്ചു നോക്കിയാതിടാ, ഒരു ട്രെയിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ട ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ? അപ്പോൾ ആദ്യ പ്രവേഗം 0. 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവേഗം എത്രയായി? 72. അത് നിലവിൽ അതിൻ്റെ അന്ത്യപ്രവേഗം എത്രയാണ്? 72. ക്ലിയർ? 0 തുടങ്ങി 72 വരെ എത്തി. അപ്പോൾ ആദ്യ പ്രവേഗം 0, അന്ത്യപ്രവേഗം 72. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ത്വരണമല്ലേ? നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ത്വരണം A അവസാനത്തെ പ്രവേഗത്തിൽ നിന്ന് ആദ്യത്തെ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. A v - u/t എന്നിട്ട് എഴുതിയാൽ തെറ്റിപ്പോവും. കാരണം നിങ്ങൾ നോക്കടാ, ഇവിടെ യൂണിറ്റ് നോക്ക്, സമയം മിനിറ്റിലല്ലേ, സെക്കൻഡിലോട്ട് ആക്കണ്ടേ? സോ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ×60. 10 × 60 എത്ര? 600. സമയം എത്രാന്ന് കിട്ടി? 600 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അന്ത്യപ്രവേഗം നോക്ക്, km/h അല്ലേ? km/hനെ മീറ്റർ/സെക്കൻഡ് ആക്കാൻ 72 × 5/18. 18ഉം 72ഉം 4 പ്രാവശ്യം പോകും. 18ൻ്റെ ഇരട്ടി 36, 36ൻ്റെ ഇരട്ടി 72. അപ്പം 4 പ്രാവശ്യമായി. അതിൽ 4 × 5, അത് മനസ്സിലായോ നിങ്ങൾക്ക്? 18 × 2 36 അല്ലേ? 36ൻ്റെ ഇരട്ടിയാണ്
72. അപ്പോൾ 2 പ്രാവശ്യം കൂടെ പോകുമ്പോഴല്ലേ ആവുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. സോ നമുക്ക് അവിടെ എന്താണ് സംഭവം കിട്ടി. 4നെയും 5നെയും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 4 × 5 എത്രയാണ്? 20 ആണ്. 20 മീറ്റർ/സെക്കൻഡ്. ക്ലിയർ ആയോ? 20 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമ്മൾ അന്ത്യപ്രവേഗം ഇനി എടുക്കുമ്പോൾ എന്തെന്നാണ് എടുക്കേണ്ടത്? 20 മീറ്റർ/സെക്കൻഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? A = V - U/T. അങ്ങനെയാണെങ്കിൽ V എത്രയാണ്? V നമ്മൾ 72 എടുക്കരുത്, മീറ്റർ/സെക്കൻഡ് ആക്കുമ്പോൾ 20 ആകും. 20 - ആദ്യ പ്രവേഗം 0 ആണ്. സമയം എത്ര? 600 സെക്കൻഡ്. ഓക്കെ. അടുത്ത് 20 0 കുറച്ച് 20 ആണ്. 20/600. ഈ 0 വെട്ടിപ്പോയ 2/60, അതായത് 1/30. അപ്പൊ ത്വരണം എത്രയാണെന്ന് കിട്ടൂടാ? 1/30 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അടുത്ത് നിങ്ങൾ നോക്ക്, മനസ്സിലാക്കാൻ ശ്രമോ. 60/2 ആണ് 30. 2/60 എത്രയാണ്? 1/30 ആണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചോണേ. അടുത്ത് ട്രെയിൻ സഞ്ചരിച്ച ദൂരം, സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം S = UT + ½ AT². അതല്ലേ ദൂരം. S കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്ത് S സ്ഥാനാന്തരം തന്നെയാണ്. ഇവിടെ നമ്മൾ ദൂരം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ സ്ഥാനാന്തരവും ചെയ്യുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ. അടുത്ത് U എത്ര? 0 × T എത്ര? 600 + ½ × A എത്ര? 1/30 × T². 600ന്റെ സ്ക്വയർ, അതായത് 600 × 600. ഇത് 0 ആവൂലേ? സോ ½ × 1/30 × 600 × 600. 2നെയും 600നെ വെട്ടി 600നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 300 എന്ന് കിട്ടും. 300നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. 600 × 10 6000 മീറ്റർ എന്ന് കിട്ടും. S എത്ര? 6000 മീറ്റർ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഓപ്ഷനിൽ 6 കിലോമീറ്റർ എന്നുണ്ടായിരുന്നു. 6000 മീറ്റർ അല്ലേ 6 കിലോമീറ്റർ. ക്ലിയർ? പക്ക. ഇത്രയും കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഇവിടെ എൻ്റെ പൊന്നടാ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ മര്യാദയ്ക്ക് വെട്ടാൻ അറിഞ്ഞുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇൻറ്റു ചെയ്താൽ മതി, കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? സോ ഇത്രയുമാണ് മാത്സുമായി ബന്ധപ്പെട്ട് ഫിസിക്സിലെ ഈ ചലന സമവാക്യത്തിൽ മാത്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ളത് എന്താണ്? ഇനിയുള്ളത് വ്യത്യസ്ത തരം ചലനങ്ങളാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ എല്ലാ കണക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ കണക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട്. സോ ഈ ചലന സമവാക്യം നോർമലി കുട്ടികൾക്ക് പാടായിട്ട് തോന്നുന്നതാണ്. എന്ത് ചെയ്യുക? നോക്കുക, ഒന്നും കൂടെ കാണുക, കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക, ഒന്നും കൂടെ പറഞ്ഞു തരാം, അത്ര മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ചലനത്തിൽ ഞാൻ പറഞ്ഞു മൊത്തം 4 സെക്ഷൻ. ഫസ്റ്റ് സെക്ഷൻ എന്താണ് ചലനം, അത് 1 ക്ലാസ് കൊണ്ട് തീർന്നു. രണ്ടാമത്തെ സെക്ഷനിൽ ചലന സമവാക്യം, അത് 2 ക്ലാസ് കൊണ്ട് തീർന്നു. ഇനിയുള്ള വ്യത്യസ്ത തരം ചലനങ്ങളും മൂന്നാമത്തെ സെക്ഷൻ, പിന്നെയുള്ളത് ചലന നിയമങ്ങളുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 2 ക്ലാസ്സിൽ നമുക്ക് അതും തീർക്കാം. ചലന നിയമം 1 ക്ലാസ്സിൽ തീരില്ല, തീരുമെങ്കിലും ഒരു നല്ല ലെങ്ത് ഉണ്ടായിരിക്കും. സോ അപ്പം എവിടെയാണോ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നിർത്തേണ്ടത് അത്രയും വരെ 1 ക്ലാസ് ആക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ടൈം ഞാൻ വീണ്ടും പറയുന്നു, ടൈം നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ ഇരുന്ന് എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് ക്ലാസ്, ഇഷ്ടപ്പെട്ടോ, മാത്സ് എങ്ങനെയുണ്ട് എന്നുള്ള കേസൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം.